ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും അടുത്ത് വരുവാൻ ഒരു അവസരം കൂടി ലഭിച്ചതോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മനുഷ്യരായ നമ്മുടെയൊക്കെ ചിന്ത നാം എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണെന്നും വലിയ മിടുക്കുള്ളവരാണെന്നും നമ്മളില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോകുമെന്നും നമ്മളെക്കാൾ മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. നാം അത്രയ്ക്ക് യോഗ്യന്മാരായതുകൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്താക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ നീതി പ്രവൃത്തികളിൽ അല്ല, നിന്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ഞാൻ പണ്ട് എൻ്റെ ബാല്യകാലത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു ബസ്സിൽ കയറി വേണമായിരുന്നു എനിക്ക് ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ആ ബസ്സിനുള്ളിൽ അന്ന് എഴുതി വച്ചിരുന്ന ഒരു വാചകം എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. അതിങ്ങനെയായിരുന്നു: നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. അതിൻ്റെ എവിടെ നിന്നാണ് ആ വാക്യം എടുത്തിരിക്കുന്നതെന്നൊന്നും റെഫറൻസ് ഒന്നും എഴുതിയിരുന്നില്ല. എന്നാൽ ഇന്നും എൻ്റെ മനസ്സിൽ ആ വാചകം പതിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ബൈബിളിൽ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ബൈബിൾ ധ്യാനിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ വാചകം തന്നെയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ നീതി പ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയൊക്കെ ചിന്ത നമ്മൾ എന്തൊക്കെയോ വലിയ നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം. എന്നാൽ അതൊക്കെ വെറും മണ്ടത്തരമാണെന്ന് നമുക്ക് ബോധ്യമാവും. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ദാനിയേൽ പ്രവാചകൻ പറയുന്നത്: ഞങ്ങൾക്കൊരു നീതി പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞ് നിന്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല കർത്താവേ. നിന്റെ മഹാകരുണ, ആ ദയ, അതിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കർത്താവ് തന്നെ നമ്മളോട് ഇങ്ങനെ പറയുവാനിടയായി: നിങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാകുന്നുവെന്ന്. സത്യമല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒരാൾക്കൊരു ഉപകാരം ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നാം ആഗ്രഹിക്കുന്നവരാണ്. ഒരാൾക്കൊരു നന്മ ചെയ്താൽ അത് ഞാനാണ് പറഞ്ഞ് ചെയ്യിച്ചത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്ന ജോലിയാണ് നമുക്കുള്ളത്. എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ താഴെ ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു: കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. നാം ആരും ദാനിയേലിൻ്റെ പേര് പോലും പറയുവാൻ യോഗ്യതയുള്ളവരല്ല. മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെപ്പോലും, രാജാവ് കാണുന്ന സ്വപ്നങ്ങളെപ്പോലും രാജാവിന് പറഞ്ഞു കൊടുക്കുവാനും അതിൻ്റെ അർത്ഥം ബോധിപ്പിക്കുവാനും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാനും അതിന് തക്കതായ ജ്ഞാനവും കൃപയും പ്രാപിച്ചവനായിരുന്ന ദാനിയേൽ പറയുന്നു: കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. സ്തോത്രം. നമ്മൾ പറയും, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ എനിക്ക് അതിന് മറുപടി തരണം, അല്ലെങ്കിൽ ഞാൻ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉടൻ തന്നെ അതിനെ കാര്യം സാധിപ്പിച്ചു തരണം. പലപ്പോഴും നാം ദൈവത്തോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ദാനിയേലിൻ്റെ എളിമ കണ്ടോ പ്രിയപ്പെട്ടവരെ? വലിയവനായ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്: കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നവരോ. അതെ, ഞങ്ങൾ നിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ കരുണയും ഓർത്ത് ഈ ഏഴകളായ ഞങ്ങളോട് മനസ്സറിയണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. സ്തോത്രം. നമുക്ക് ഒരു തരത്തിലുമുള്ള നീതീകരണം സ്വയം നടത്തുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ കയ്യിലെ പ്രവൃത്തികൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റുള്ളവരെക്കാൾ ഒത്തിരി മികവ് നമുക്കുണ്ടെന്ന് നാം അഭിമാനിക്കുന്നു. നാം വലിയ ബുദ്ധിമാന്മാരും മിടുക്കന്മാരും കഴിവുള്ളവരും ഒക്കെയാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആരും ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ എന്ന് നാം ഓർക്കണം. ദാനിയേലിന് ഇത്രയും എളിമപ്പെട്ട ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നാം എത്രമാത്രം എളിമപ്പെടണമെന്ന് ഇന്ന് ഒന്ന് ചിന്തിക്കുക, നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകൾ, നാം കൊണ്ടു നടക്കുന്ന നിഗളം, അഹങ്കാരം, ഞാനെന്ന ഭാവം, അതൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെട്ടാൽ നിശ്ചയമായും ദൈവം കൂടുതൽ കാര്യങ്ങൾ നമ്മിൽ കൂടി ചെയ്യുവാൻ ഇടയാകും എന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരാ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. കർത്താവിൻ്റെ സന്നിധിയിൽ താണിട്ടുള്ളവരെല്ലാം കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന്. അതെ, ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ നാം സ്വയം ഉയരുവാൻ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ താണിരിക്കുക. നിശ്ചയമായും തക്ക സമയത്ത് ദൈവം ഉയർത്തും. എളിമയുള്ളവരെയും താഴ്മയുള്ളവരെയും ദൈവത്തിന് വിധേയപ്പെടുന്നവരെയുമാണ് ദൈവത്തിന് ആവശ്യം.
അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം ആവശ്യമാണ്, നമുക്ക് നന്മകൾ ആവശ്യമാണ്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ കുറവുകൾ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കാം. നിശ്ചയമായും വേഗത്തിൽ നമുക്കും കർത്താവ് മറുപടി നൽകി സഹായിക്കും എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെയും ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കും പറയാം, കർത്താവേ, ഞങ്ങൾക്കൊരു നീതി പ്രവൃത്തികളും പറയുവാൻ, അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങനെ അടുത്തു വരുവാൻ ഒന്നും തന്നെ ഇല്ല. അങ്ങയുടെ മഹാദയ, അങ്ങയുടെ ആ കരുണ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളോടും മനസ്സിലിടണമേ, ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.